ഇന്ന് ലോകം ഭീതിയോടെ കേൾക്കുന്ന വാർത്ത അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ ഇരുപക്ഷത്തിനും ധാരാളം നാശനഷ്ടം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകളുടെ ജീവനുകൾ, പല പ്രമുഖരും, ഖാംനെയി അടക്കം സൈനിക നേതാക്കളുണ്ടതിൽ, ആണവ ശാസ്ത്രജ്ഞന്മാരുണ്ട്. പ്രമുഖരുടെ എല്ലാം ജീവനുകൾ ഈ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഓരോ യുദ്ധവും അതാതു രാജ്യങ്ങൾക്ക് കടുത്ത സാമ്പത്തിക ക്ഷീണമാണ് വരുത്തിവെക്കുന്നത്. അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഈ യുദ്ധത്താൽ തകർന്നടിഞ്ഞു പോയിട്ടുണ്ടാകും. ഒന്നേനിൽ നിന്ന് തുടങ്ങേണ്ട അവസ്ഥയാണ് അവർക്ക് വരുന്നത്. ഓരോ യുദ്ധവും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അതാതു രാജ്യങ്ങളിലെ സാധുജനങ്ങളെ തന്നെയായിരിക്കും. അവരെ മാത്രമല്ല, ലോകത്തിനാകമാനം അതിൻ്റെ അനന്തരഫലം ഏൽക്കേണ്ടി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയാണെങ്കിൽ അവിടെ നിന്നുള്ള എണ്ണ സമ്പത്ത്, അതിനെ ആശ്രയിക്കുന്ന ലോകജനങ്ങൾ, അവരുടെ എല്ലാം ജീവിതം താറുമാറാകുന്നുണ്ട്. കാരണം ഇനി എണ്ണയുടെ വിലകൾ വൻതോതിൽ വർദ്ധിക്കും. എണ്ണ വിഭവങ്ങൾ കിട്ടാൻ രാജ്യങ്ങൾ കൂടുതൽ വില നൽകേണ്ടി വരും. അത് ഓരോ മേഖലയിലെയും വിലകൾ വർദ്ധിക്കാൻ കാരണമാവുകയും സാധാരണ ജനങ്ങളുടെ ജീവനുകൾ കുത്തഴിഞ്ഞു പോകാൻ ഇത് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ ജനങ്ങളോട് ലോക്ക്ഡൗൺ പോലെ ജീവിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കണമെന്നും എമർജൻസി ഫണ്ടുകൾ കീപ്പ് ചെയ്യണമെന്നുമെല്ലാം അദ്ദേഹം ജനങ്ങളോടായി ആവശ്യപ്പെട്ടു. യുദ്ധങ്ങളുടെ കാരണങ്ങൾ പലതും ഇന്ന് അവർ പറയുന്നുണ്ട് എങ്കിലും അതിൻ്റെ എല്ലാം യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് അടങ്ങാത്ത പകയും എണ്ണക്കൊതിയും തന്നെയാണ്. ഒരു കാലത്ത് ഈ മൂന്ന് രാജ്യങ്ങളും ഏറ്റവും നന്നായി സഹവർത്തിത്വത്തോടു കൂടി കഴിഞ്ഞ രാജ്യങ്ങളായിരുന്നു. അത് കൂടുതൽ അറിയണമെങ്കിൽ ലോകമഹായുദ്ധകാലത്ത് അമേരിക്കയെ ഏറ്റവും കൂടുതൽ ശാരീരികമായും സാമ്പത്തികമായും സഹായിച്ച രാജ്യമെന്ന് പറയുന്നത് ഇറാനായിരുന്നു. 1948-49 കാലഘട്ടങ്ങളിൽ ഇസ്രായേൽ രൂപീകരിക്കുമ്പോൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത ഒരേയൊരു അറബ് രാജ്യം എന്ന് പറയുന്നത് ഇറാനായിരുന്നു. ഇത്രയും നല്ല ബന്ധം കീപ്പ് ചെയ്തിരുന്ന രാജ്യങ്ങളാണ് ഇത്രത്തോളം പകയും വിദ്വേഷവും വെച്ച് പുലർത്തിക്കൊണ്ട് യുദ്ധത്തിലേക്ക് നടന്നു നീങ്ങിയത്. അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ അന്വേഷിക്കാൻ വേണ്ടി പോകുന്നത്. 1953 വരെ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക എന്നീ രാജ്യങ്ങൾ വളരെയധികം സൗഹൃദ ബന്ധം കീപ്പ് ചെയ്ത രാജ്യങ്ങളായിരുന്നു. 1953 മുഹമ്മദ് മൊസദേഖ് അധികാരത്തിൽ വന്ന സമയത്ത് ഇറാനിലെ എണ്ണകളെല്ലാം അദ്ദേഹം ദേശസാൽക്കരിച്ചു. അതുവരെയും ഇറാനിലെ എണ്ണ യഥേഷ്ടം കൈകാര്യം ചെയ്തിരുന്നത് ബ്രിട്ടീഷ് കമ്പനികളായിരുന്നു. ബ്രിട്ടീഷുകാർ എന്ന് പറയുന്നത് അമേരിക്കൻ ചേരിയിലുള്ള ഒരു രാജ്യമാണ്. ഇറാൻ്റെ ഈ നടപടി ബ്രിട്ടീഷുകാരെയും ബ്രിട്ടീഷുകാർ ഉൾക്കൊള്ളുന്ന അമേരിക്കൻ ചേരിയെയും വളരെയധികം അലോസരപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡ്വൈറ്റ് ഡി ഐസൻഹവർ ഇതിനെക്കുറിച്ച് പരാമർശിച്ചത് ഇറാനിൽ രാഷ്ട്രീയ അസ്ഥിരത വളരുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് സ്വാധീനവും പിടിമുറുക്കലും തുടങ്ങിയിട്ടുണ്ട്, അതിനാൽ അവിടെ ഇടപെടൽ ആവശ്യമാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. അവർ ഈ അഭിപ്രായം വാക്കിൽ മാത്രം ഒതുക്കിയില്ല. അന്ന് തുടങ്ങിയ ഇറാൻ വിരുദ്ധ അമേരിക്കൻ ചേരിയുടെ രഹസ്യ നീക്കത്താൽ മൊസദേഖിന് അധികാരം നഷ്ടമായി. പിന്നീട് അദ്ദേഹത്തിന് ശേഷം വരുന്നത് മുഹമ്മദ് റസ പഹ്ലവി എന്ന് പറയുന്ന അമേരിക്കൻ ചേരിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു. അവരെ വേണമെങ്കിൽ അമേരിക്കയുടെ കൈയായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോൾ അത് ഇറാൻ ജനതയ്ക്ക് വളരെയധികം മുറിവുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. തങ്ങൾ അമേരിക്കയുടെ ഒരു കളിപ്പാവയാണെന്നും അമേരിക്ക പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഭരണാധികാരിയാണ് തങ്ങൾക്കുള്ളത് എന്നുള്ള ഒരു തോന്നലായിരുന്നു ഇറാൻ ജനതയ്ക്കുണ്ടായിരുന്നത്. അതൊക്കെയാണ് പിന്നീട് 1979 വിപ്ലവത്തിലേക്ക് വഴിയൊരുക്കുന്നതും. 1979 റൂഹുള്ള ഖമൈനി അധികാരത്തിൽ വന്ന ഉടനെ അദ്ദേഹം അമേരിക്കയെ മുഖ്യശത്രുവായി ചിത്രീകരിക്കുകയും അന്ന് അമേരിക്കൻ എംബസിയിലുള്ള ജീവനക്കാരെ അദ്ദേഹം തടവിലാക്കുകയും ചെയ്തു. 1981 കാലഘട്ടം വരെ 444 ദിവസമാണ് അദ്ദേഹം അവരെ തടവിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിനെയാണ് ഇറാൻ ഹോസ്റ്റേജ് ക്രൈസിസ് എന്ന് പിന്നീട് ലോകം വിളിച്ചത്. ഈ ഒരു സംഭവത്തോടു കൂടി അമേരിക്ക ഇറാനുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധവും വിച്ഛേദിച്ചു. 1980-88 കാലഘട്ടത്തിൽ ഇറാഖ് ഇറാനെ ആക്രമിക്കുന്നുണ്ട്. ആ സമയം ഇറാഖിനെ അമേരിക്ക സഹായിക്കുന്നുണ്ട്. ഇത് അമേരിക്കയോടുള്ള വിരോധം ഇറാൻ്റെ മനസ്സിൽ ഒന്നുകൂടി ആക്കം കൂട്ടുകയാണ് ചെയ്തത്. പിന്നീട് അമേരിക്ക ഇറാനെതിരെ ഒരുപാട് ഉപരോധങ്ങൾ, സാമ്പത്തിക ഉപരോധം, നയതന്ത്ര ഉപരോധങ്ങളെല്ലാം ഏർപ്പെടുത്തി. അതിന് കാരണം പറഞ്ഞത് ഭീകര സംഘടനയ്ക്ക് ഇറാൻ സഹായം നൽകുന്നുണ്ട്, അതുപോലെ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു. സത്യത്തിൽ 1950 കാലഘട്ടങ്ങളിൽ ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെച്ച രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. മാത്രമല്ല
ആയത്തുള്ള ഖമേനി ഇതിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്ത വ്യക്തി കൂടിയാണ്. ഈ ഉപരോധങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുന്നത് അതാത് രാജ്യങ്ങളിലെ പാവപ്പെട്ട ജനങ്ങളെയാണ്. അവിടെ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റും ലോകത്തിൻ്റെ ഒരു ഭാഗങ്ങളിലേക്കും വിൽക്കാനോ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങാനോ ഈ ഉപരോധം മൂലം അവർക്ക് സാധ്യമാകുകയില്ല. അതുപോലെ മറ്റു രാജ്യങ്ങളുമായി അലയൻസ് എത്താനും ഈ ഉപരോധങ്ങൾ തടസ്സമാകുകയാണ് ചെയ്യുന്നത്. അഥവാ ഇറാനെ പ്രയാസപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ മുഖ്യ ലക്ഷ്യമെന്ന് പറയുന്നത്. ഈ സമയങ്ങളിലെല്ലാം ഇറാൻ തങ്ങളുടെ പക്കലുള്ള ആണവ മെറ്റീരിയൽസ് ഒന്നും ആണവായുധങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തില്ല എന്നും ഊർജാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗപ്പെടുത്തുക എന്നും ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അമേരിക്കയിലെ ഒബാമ ഭരണകൂടത്തിൻ്റെ കാലഘട്ടത്തിൽ 2015 ഇറാനുമായി അമേരിക്ക ആണവ കരാറിൽ ഏർപ്പെടുന്നത്. ഇറാൻ ആണവ പ്രവർത്തനങ്ങൾ കുറക്കണം, അന്താരാഷ്ട്ര പരിശോധനയ്ക്ക് സമ്മതിക്കണം, അതിന് പകരമായി അമേരിക്ക കൊണ്ടുവന്ന ഉപരോധങ്ങൾ കുറക്കും എന്നുള്ളതായിരുന്നു ഇറാന് കൊടുത്ത അമേരിക്കയുടെ വാഗ്ദാനം എന്ന് പറയുന്നത്. ലക്ഷ്യം യുദ്ധം ഒഴിവാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. എന്നാൽ ഈ കരാറിനെ ഇസ്രായേൽ ഒരിക്കലും അനുകൂലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അതിനെ കഠിനമായി എതിർക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് 2018 ട്രംപ് അധികാരത്തിൽ വരുന്നതോടുകൂടി ഇസ്രായേലിന്റെ സമ്മർദ്ദം മൂലം ട്രംപ് ഈ കരാർ പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ആ സമയങ്ങളിലെല്ലാം ഇസ്രായേലും അമേരിക്കയും ആവർത്തിച്ച് പറയുന്നത് ഇറാനിൽ റെജീം ചേഞ്ച് നടക്കണമെന്നുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയതായി വന്ന അമേരിക്കൻ നയപ്രകാരം ഇറാനിയൻ റെജീം ചേഞ്ചിൽ നിന്ന് അമേരിക്ക വളരെയധികം പുറകോട്ട് പോയിട്ടുണ്ട്. അത് തങ്ങളുടെ ലക്ഷ്യമേ അല്ല എന്നുള്ളതാണ് ട്രംപിൻ്റെ പുതിയ നിരീക്ഷണം. ഏതോ വട്ടെ അത് കൂട്ടത്തിൽ പറഞ്ഞുപോയതാണ്. 2020 ഇസ്രായേൽ ഇറാൻ്റെ ആണവ പിതാവായിട്ടുള്ള ഖാസിം സുലൈമാനെ വധിച്ചു കളഞ്ഞു. വളരെയധികം രഹസ്യ നീക്കത്തിലൂടെയാണ് ഈ കൃത്യം അവർ ചെയ്തു തീർത്തത്. ഇറാൻ ഒരിക്കലും ആണവ ഉയർച്ച കൈവരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേൽ ഈ ഒരു കടുംകൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് അവർക്കിടയിൽ കടുത്ത പക വളർത്താനാണ് കാരണമാക്കി തീർത്തത്. ആ സംഭവത്തിന് ശേഷം ഇറാൻ ഒരുപാട് പേരെ ഉദ്യോഗസ്ഥരടക്കം തങ്ങളുടെ രഹസ്യങ്ങൾ ഒറ്റിക്കൊടുത്തു എന്ന കാരണത്താൽ വധിക്കുകയും പലർക്കുമെതിരെ കടുത്ത നടപടികൾ സ്വീകരിച്ചതും അന്താരാഷ്ട്ര തലത്തിൽ വലിയ വാർത്തയായിരുന്നു. അധികം വൈകാതെ 2025 12 ദിവസത്തെ ഫയർ സ്റ്റോമിൽ ആദ്യം ഇസ്രായേൽ ഇറാനിൽ കയറി ആക്രമിച്ചു. ഇതിനു മറുപടിയായി ഇസ്രായേലിലെ പ്രധാന സ്ഥലങ്ങളിലേക്ക് ഡ്രോണുകളും മിസൈലുകളും അയച്ച് ഇറാൻ പകരം വീട്ടി. ഇസ്രായേലിന്റെ അടിയും ഇറാന്റെ തിരിച്ചടിയുമായിട്ടുള്ള 12 ദിവസത്തിന്റെ ക്ലൈമാക്സിൽ അമേരിക്ക B-2 ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബങ്കർ ബസ്റ്റ് ബോംബുകൾ ഇറാന്റെ സുപ്രധാന മേഖലകളിൽ നിക്ഷേപിച്ചു. ഇതിനു മറുപടിയായിക്കൊണ്ട് ഗൾഫിലെ അമേരിക്കൻ ബേസുകൾ ഇറാൻ കയറി ആക്രമിക്കുകയും തകർക്കുകയും ചെയ്തു. ഇതോടുകൂടി 12 ദിവസത്തെ ഫയർ സ്റ്റോമിന് താൽക്കാലിക വിരാമമായി. അതിനുശേഷം അമേരിക്ക മുൻകൈയെടുത്തുകൊണ്ട് ഒരു കരാറിലെത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. US മുന്നോട്ട് വെച്ചിട്ടുള്ള നിബന്ധനകൾ ഇറാൻ സമ്പൂർണ്ണമായിക്കൊണ്ടും ആണവ സമ്പുഷ്ടീകരണം നിർത്തണമെന്നുള്ളതായിരുന്നു. എന്നാൽ ഇറാൻ 60% നിന്ന് 3.4% വരെ കുറക്കാമെന്ന് സമ്മതിച്ചു. മാത്രമല്ല ഇറാനിൽ നിർമ്മിക്കുന്ന പുതിയ യുറേനിയം പവർ പ്രൊജക്റ്റുകൾ അമേരിക്കൻ കമ്പനികൾക്ക് നൽകാമെന്ന് വരെ ഇറാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊരു നിബന്ധനയായി അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് മിസൈൽ നിർമ്മാണം ഇറാൻ പൂർണ്ണമായും നിർത്തണമെന്നുള്ളതായിരുന്നു. എന്നാൽ ഈ ആവശ്യം ഇറാൻ പൂർണ്ണമായും നിരാകരിച്ചു. ഇതുപോലെ മുന്നോട്ട് വെച്ച മറ്റൊരു നിബന്ധനയായിരുന്നു ഇറാൻ മറ്റു രാജ്യങ്ങളുമായി സൈനിക അലയൻസ് പാടില്ല എന്നുള്ളത്. അതും ഇറാൻ തള്ളിക്കളയുകയാണ് ഉണ്ടായിട്ടുള്ളത്. കുറച്ചു കാലങ്ങൾക്ക് ശേഷം 2026 ഫെബ്രുവരി 28 ഇസ്രായേൽ ഇറാന്റെ സുപ്രധാനമായ കേന്ദ്രങ്ങൾ ആക്രമിച്ചു. അന്ന് തുടങ്ങിയ അടിയും തിരിച്ചടിയുമാണ് ഇന്നും ഇറാനും ഇസ്രായേലും തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മുമ്പത്തെ ആക്രമണം ഇസ്രായേലും ഇറാനും മാത്രമായിരുന്നു എങ്കിൽ ഇന്ന് ഇസ്രായേലും അമേരിക്കയും ചേർന്നാണ് ഇറാനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധം 3 പേർക്കും കനത്ത നാശനഷ്ടമാണ് വിതച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ പോലും എങ്ങും കാണാത്ത വിലക്കയറ്റവും ട്രംപിനെതിരായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളും സാഹചര്യങ്ങളുമാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ നേതൃത്വത്തിലുള്ള നാറ്റോ സൈനിക ശക്തിയിലെ ഒരു രാജ്യവും ഈ യുദ്ധത്തിൽ അമേരിക്കക്ക് സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടില്ല. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കനത്ത മാനക്കേടാണ് വരുത്തി തീർത്തിട്ടുള്ളത്. ഇറാന്റെ ശേഷിയെക്കുറിച്ചിട്ടുള്ള മൊസാദിൻ്റെയും അമേരിക്കയുടെയും കണക്കുകൂട്ടലുകൾ തെറ്റായതായി ലോകം ഇന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ അമേരിക്കയ്ക്ക് ഈ യുദ്ധം ഏതു വിധേനയെങ്കിലും തീർക്കണമെന്നുള്ള ഒരു ചിന്ത മാത്രമേ മനസ്സിലുള്ളൂ. അതവർ പരസ്യമായി പറഞ്ഞിട്ട് പോലുമുണ്ട്. എന്നാൽ അതിന് വിലങ്ങുതടി അവർക്കിടയിലുള്ള ഈഗോയാണ്. ലോകത്തിൻ്റെ പ്രധാന വാണിജ്യപാതയായ ഹോർമൂസ് കടൽപാത
ഇപ്പോൾ ഇറാൻ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ്. അതിലൂടെ കടന്നുപോകുന്ന ഓരോ കപ്പലുകളും 1 കോടി രൂപ ചാർജ് കൊടുത്താലേ കടത്തിവിടൂ എന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്. അവർക്ക് യുദ്ധത്തിനുള്ള ചെലവുകൾ നികത്താൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ ഒരു പാത ഗൾഫിനും യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇസ്രായേലിനും അതുപോലെ അമേരിക്കക്കും വളരെ പ്രധാനപ്പെട്ടൊരു പാത കൂടിയാണ്. ഇത് വിട്ടുകിട്ടാനായി അമേരിക്ക ഇറാനിൽ കരയാക്രമണം നടത്തുമെന്നുള്ളൊരു കരക്കമ്പിയും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ യുദ്ധത്തിന് എങ്ങനെയാണ് പര്യവസാനം വരുന്നത് എന്ന് കാത്തിരുന്ന് നമുക്ക് കാണാം. ദൈവം എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ.